അതുപോലെ തന്നെ ശബ്ദത്തിന് മറ്റൊരു ക്വാളിറ്റി ഉള്ളതെന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി. അതായത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്ക് ഫ്രീക്വൻസിയിലുള്ള ശബ്ദം മാത്രമേ മനുഷ്യന് കേൾക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇതിനു മുമ്പ് 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദവുമുണ്ട്, 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദവും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയും. പലപ്പോഴും ഈ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ സൂപ്പർസോണിക് വിമാനങ്ങളോ ഒക്കെ ഈ നമ്മുടെ അടുത്തൂടെ ഏതെങ്കിലും പ്രദേശത്തൂടെയൊക്കെ പോകുമ്പോൾ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ മുമ്പൊരിക്കൽ തിരുവനന്തപുരത്ത് സൂപ്പർസോണിക് വിമാനം വന്നപ്പോൾ അതിന്റെ ഈ വൈബ്രേഷൻ കാരണം വിമാനത്താവളത്തിന്റെ മതില് തകർന്നു പോയിട്ടുള്ള ഒരു സംഭവം കൂടി ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് പറയുമ്പോൾ കൂടി വായിക്കേണ്ട മറ്റൊന്നാണ്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദമാണ് ഈ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദം. അതിന് മുകളിലും താഴെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന ജീവികൾ നമുക്ക് ചുറ്റുപാടുകളുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ശബ്ദ കോലാഹലങ്ങൾ മനുഷ്യനെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി കൂടി ചിന്തിക്കുക. നമ്മുടെ ലോകം, നമ്മൾ അനുഭവിക്കുന്ന ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി മാത്രമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെതാണെങ്കിലും ലൈറ്റിൻ്റെതാണെങ്കിലും ഒക്കെയുള്ള ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജീവജാലങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ശബ്ദങ്ങൾ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളൊക്കെ വലിയ രീതിയിൽ അവരേക്ക് ബാധിക്കുന്നുണ്ട്. ഇത് കാരണം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശബ്ദ മലിനീകരണം കാരണം വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവജാലങ്ങൾ തന്നെ ധാരാളം ഭൂമിയിലുണ്ട്.